കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. സർവകലാശാല ക്യാമ്പസിന് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് കർഫ്യൂ പ്രഖ്യാപിച്ചത്. സാരംഗ് സുരേഷാണ് വിവരങ്ങളുമായി ചെന്നത്. സാരംഗ് പറയൂ. രതീഷ്, കേന്ദ്ര സർവകലാശാല ക്യാമ്പസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപേ സർവകലാശാലയുടെ രജിസ്ട്രാർ പുറത്തുവിട്ടിരിക്കുന്നത്. രാത്രികാല കർഫ്യൂ അത് കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്. രാത്രി 8 മണി തൊട്ട് രാവിലെ 7 മണി വരെ പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള മരങ്ങളടക്കം കൂടി നിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി ഈ ഉത്തരവിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് തൊട്ടരികിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ പുലി ഇനി ഭാവിയിൽ ക്യാമ്പസിനകത്തേക്ക് കടക്കാനുള്ള സാധ്യതകൾ കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായാണ് DFOയുടെ നിർദ്ദേശത്തെ തുടർന്ന് രജിസ്ട്രാർ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല, അതിരാവിലെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മോർണിംഗ് വാക്കുകൾക്ക് പോലും വലിയ ഒരു കർശനമായ നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും ക്യാമ്പസിനകത്തേക്ക് ഈ പുലി കടന്നു വരികയാണെങ്കിൽ വലിയ ഒരു വലിയൊരു പ്രശ്നമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെയൊക്കെ തന്നെ സുരക്ഷിതത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ സർവകലാശാലയുടെ രജിസ്ട്രാർ ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. രതീഷ്, ശരി. കാസർഗോട്ടെ കേന്ദ്ര സർവകലാശാലയിൽ രാത്രികാല കർഫ്യൂ ആണ്. സർവകലാശാല ക്യാമ്പസിന് സമീപത്ത് പുലിയെ കണ്ടു നാട്ടുകാർ അറിയിച്ചു. വളരെ ഗൗരവമുള്ളൊരു സംഭവമാണ്. ആ സാഹചര്യത്തിലാണ് കർഫ്യൂ പ്രഖ്യാപിച്ചത്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.